ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മനുഷ്യന്മാർക്ക് ദീനൊന്നുമില്ലേ? ഇവിടങ്ങളിൽ ജയിച്ചു പോയാൽ മതിയോ? ഇവിടെ ആരെയൊക്കെയോ തകർത്താൽ മതിയോ? ആരോടൊക്കെയോ ജയിച്ചടക്കിയാൽ മതിയോ? അള്ളാഹുവിന്റെ ശരീഅത്ത് ഇവിടെ വേണ്ടേ? ശരീഅത്തിന്റെ നിയമങ്ങൾ ഇവിടെ ഇല്ലേ? അഷ്റഫുൽ ഖൽഖിന് പോലും സിഹർ സംഭവിച്ചിട്ടുണ്ട്. മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ, അല്ലാമ ഖുർത്തുബി തങ്ങൾ, മഹാന്മാരായ റാസിമ അടക്കമുള്ള മുഫസ്സിരീങ്ങൾ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും വ്യാഖ്യാനിക്കുമ്പോൾ കാണാൻ കഴിയും. അത് ദഈഫാന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല. കുറച്ചാളുകൾ അങ്ങനെ പറഞ്ഞു, റസൂലുള്ളാഹിക്ക് സിഹററ്റ് നടക്കാൻ പാടില്ല. എന്തായി പറയുന്നത്? നടക്കാൻ പാടില്ല. ഹദീസിലുള്ള വിഷയങ്ങൾ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഹദീസിലുള്ള വിഷയങ്ങൾ നിഷേധിക്കാൻ പറ്റുമോ? ചില ആളുകളെങ്കിലും പറഞ്ഞ് നടക്കൂല, നടക്കില്ല എന്ന് പറയരുത്. ഹദീസ് സ്വഹീഹാണോ അല്ലയോ എന്ന് പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ദഅവത്തിന് കുഴപ്പം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഹബീബിൽ മുഖില്ലായ തങ്ങളുടെ ബുദ്ധിയെ ബാധിക്കുന്ന പ്രയാസം തങ്ങൾക്കുണ്ടായിട്ടില്ല. പക്ഷേ ഈ ദുനിയാവിൽ അങ്ങനെ ഒരു സിഹറിന്റെ പ്രയാസം ഒരാൾക്കുണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് പഠിപ്പിക്കാൻ അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു തആല 6 മാസത്തേക്ക് ഈ ഒരു പരീക്ഷണം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സിഹറിൽ നിന്ന് മോചനം കിട്ടാനാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഇറങ്ങിയത്. സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. അല്ലാഹു സിഹറിന്റെ